മാഷാ അല്ലാഹ്. നമ്മുടെ സമസ്തയുടെ 100-ാം വാർഷികം നടക്കുന്ന കുണിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് 4-ാം തീയതിയാണ്. ഇന്നാണ് കുണിയുടെ സമ്മേളനം തുടക്കമാവുന്നത്. അപ്പോൾ ഇത് 8-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിലുള്ള വേദിയാണ് കേട്ടോ. ഗ്രൗണ്ടാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നിലവിലിവിടെ നടക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് വെണ്ണക്കൊട്ടാരം പോലെ നമ്മൾ സമസ്തയുടെ സമസ്തയുടെ എല്ലാ സ്ഥാപനം കാണുകയാണ്. കുണിയ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെയാണ് മെയിൻ സ്റ്റേജ് വരുന്നത് കേട്ടോ. ഇതാണ് മെയിൻ സ്റ്റേജ്. നിലവിലിപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിർമ്മാണം നടക്കുകയാണ്. പിന്നെ ഈ കവാടത്തിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. അപ്പോൾ വാഹനങ്ങൾ എല്ലാം നമ്മുടെ ക്യാമ്പിലേക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ കുണിയ ആ പള്ളിയില്ലേ, നമ്മളെ കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്നും കാസർഗോഡ് ഭാഗത്തുനിന്നൊക്കെ ദേശീയപാതയിൽ വരുന്നവർ കുണിയ പള്ളീൻ്റെ കവാടുണ്ട്, അതിൽ കൂടി നേരെ ക്യാമ്പിലേക്ക് പോകാൻ പറ്റും. നേരെ സർവീസ് റോഡ് എടുക്കണം കേട്ടോ. കാസർഗോഡ് വരുന്നവർ ചേരുമ്പ ഭാഗത്തുനിന്ന് നേരെ എക്സിറ്റ് അടിച്ച് സർവീസ് റോഡിൽ നിന്ന് ഇതിവിടെ കാണുന്ന അണ്ടർപാസ് ചെയ്തിട്ട് വരണം. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്നവർ നേരെ ഈ സർവീസ് റോഡിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നേരെ കുണിയ, നമ്മളെ കുണിയ പള്ളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കണം. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്ററിന് അടുത്തുണ്ട് നമ്മളെ ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കുണിയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ്. ഇന്ന് 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതിയിട്ടുള്ള അപ്ഡേറ്റ്സാണ്, രാവിലത്തെ അപ്ഡേറ്റ്സാണ് നമ്മൾ ഈ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു ചരിത്ര സംഭവമാകാൻ പോകുന്ന നമ്മുടെ സമസ്തയുടെ 100-ാം വാർഷികത്തിന് വേണ്ടിയിട്ട് ആളൊക്കെ ഇപ്പോൾ പല ദിക്കിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാഷാ അല്ലാഹ്. എന്തായാലും ഇതൊരു ചരിത്ര സംഭവമായി തീരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം.